ഹലോ, നമുക്കിന്നൊരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങാം. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് സെറമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ സെറം അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഇപ്പം ഞാൻ കൂടുതലായിട്ടും ഈ ഒരു സെറം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഈ സെറം നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഈ സെറം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫേസിന് അതിനുള്ള മാറ്റവും വരുന്നുണ്ട്. അപ്പം അങ്ങനെ സെറം ഞാൻ ഇട്ട് നല്ല രീതിയിൽ അബ്സോർവ് ആവാനായിട്ടൊക്കെ ടൈം കൊടുത്തു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ എന്തായാലും ഞാൻ മുമ്പ് തൊട്ടേ യൂസ് ചെയ്യുന്നതിന് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളതും ഫോക്സിലിൻ്റെ പ്രോഡക്റ്റ്സാണ്. അപ്പം ഈ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഒരു സൺസ്ക്രീനും ഫേസ് വാഷും ബോഡി ലോഷനും കൂടെ എനിക്കൊരു ഓഫർ പ്രൈസിൽ കോംബോ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ എന്തായാലും ഇടണം. അപ്പോൾ ഞാൻ 2 ഫിംഗർ റൂളൊക്കെ യൂസ് ചെയ്ത് സൺസ്ക്രീൻ ഇടുവാണ്. സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകരുത്, കാര്യം അത്രയ്ക്ക് വെയിലുണ്ട്. വെയിലില്ലെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് ഇടാനുള്ള സാധനമാണ്. ഇതൊരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീനാണ്. ഫോക്സിലിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഇപ്പം കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഇനി നമുക്ക് ഫോക്സിലിൻ്റെ ബോഡി ലോഷൻ. ഇത് ഞാനിപ്പം അങ്ങോട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ അങ്ങനെ അതായത് ബോഡി ലോഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും വാസ്ലീൻ്റെ ആയിരുന്നു. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറാം. ഞാൻ ഈ ഒരു സൽവാറാണ് ഇടുന്നത്, ഈ ഒരു ഗ്രീൻ കളറ്. ഇനി നമുക്ക് ഒരു കല്യാണമൊക്കെ ആയതുകൊണ്ട് ഞാൻ വേറെ മേക്കപ്പൊന്നും ഇടാത്തതുകൊണ്ട് ഈ ഒരു കുറച്ച് ഫൗണ്ടേഷനെങ്കിലും മുഖത്ത് കിടക്കട്ടെ, ഒരു ഓൺ ലുക്ക് വരണമല്ലോ. അപ്പം കുറച്ചേ ഇടത്തുള്ളൂ, കാര്യം എനിക്കിട്ടാൽ കൊള്ളത്തില്ല. പിന്നെ ഞാൻ ഒന്ന് കണ്ണെഴുതത്തില്ല, അതുകൊണ്ട് തന്നെ മസ്കാര ഇട്ടു. ഇത്രയൊക്കെയുള്ളൂ ഞാൻ ഒരുങ്ങാറ്. അപ്പോൾ ഓക്കെ, ബൈ.